പണ്ടൊക്കെ ഈ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു ഇതുപോലെ പ്ലസ് നമ്മളെ പാരന്റ്സ് ഒക്കെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ കെട്ടിച്ചു വിടില്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ടീച്ചേഴ്സ് തന്നെ നമ്മളെ തളർത്തുന്നവരുണ്ട്. അവിടെ അത്യാവശ്യം നല്ല പഠിച്ച പിള്ളേര് ഇപ്പൊ മേടിക്കുന്നേക്കാളും ഞാൻ മാസം അത്യാവശ്യം ഇൻകം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. ഒരു 8-ല് 9-ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രൊപ്പോസൽസ് വരുമ്പോൾ നമുക്കൊരു പേടിയായിരുന്നു, നമ്മളിപ്പോ തന്നെ കെട്ടിച്ചു കൊടുക്കുമോ. പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു വിടണം എന്നുള്ള ഒരു ഇതുള്ള ഒരു ഫാമിലിയാണ്. ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. പൈസ കൊടുത്തിട്ട് ഇടുക എന്നൊക്കെ പറയുന്നെങ്കിൽ മുന്നേ ഭയങ്കര ഇതായിരുന്നു, വീട്ടിലുള്ള ആരെങ്കിലും മെഹന്തി ഇട്ട് കൊടുക്കുക. കല്യാണത്തിനോട്ടുള്ള ഒരു ഇത് ഉപ്പല്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻകം ഉണ്ടാക്കി വീട്ടിലുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. ദുബായിലോട്ടൊരു വർക്കിന് ഇപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടൊരു ജോബ് ശരിയായി. അവിടെ ചെന്ന് ഫിലിപ്പീനികളായിരുന്നു കൂടുതൽ. അവിടെ അവരെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് പേടിയാവും അവരെ കൂടെ നിൽക്കുമ്പോൾ തന്നെ. കുറച്ചൊരു മനസ്സിലൊരു കട്ടി തന്നെ വേണം അവിടെ പോയി നമ്മളൊന്ന് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ. എനിക്ക് അന്ന് വെറും 19 വയസ്സാണ് ഉള്ളത്. ചില ആൾക്കാർ നമ്മൾ കുത്തി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉപ്പ മരിക്കാൻ കാരണം ഞാനാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും നമ്മളെ മനസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും, നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഉപ്പ മരിക്കാൻ ഞാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്ന കാര്യമില്ല. ഞാൻ അന്ന് ആ തീരുമാനം എൻ്റെ മാറ്റി വെക്കായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരാളെ കിട്ടില്ലായിരുന്നു. ഈ സ്ഥലത്ത് ഞാനിപ്പോൾ ഇന്ന് ഇരിക്കണമെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് കാരണമാണ്. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ. പൈസ എന്ന് പറയുന്ന ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് ഞാൻ ഉള്ളത് പറയാം, വെറുതെ ആണ്. സ്നേഹമൊക്കെ അവിടെ ഇരിക്കുള്ളൂ. നമുക്ക് പൈസ തന്നെ വേണം, എന്നാലേ സ്നേഹം ഉണ്ടാവുള്ളൂ. ഹലോ, നമസ്കാരം. ഞാൻ സുഹൈല, ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. ഒരു 10 ഇയേഴ്സോളായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും പോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത്. ആദ്യം ഞാൻ കുറച്ച് നമ്മളെ കസിൻസ്, അതുപോലെ നമ്മൾ ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നന്നായി വരക്കുമായിരുന്നു. അപ്പോൾ വരക്കുന്ന ടൈമിൽ തന്നെ എനിക്കിങ്ങനെ ഒരു മെഹന്തി ഇതിലോട്ട് വരാനുള്ളത് ഞാൻ ആദ്യം എനിക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു പാഷനിലോട്ട് വരാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഇത് കൊള്ളാലോ, എനിക്കിത് പറ്റുന്നതാണല്ലോ എന്ന് തോന്നി ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ +1 ആയപ്പോഴാണ് ഞാൻ ഈ സലൂണിലൊക്കെ പോയിട്ട് ഞാൻ വർക്ക് ചെയ്യൽ തുടങ്ങിയത്. അതാദ്യം നമ്മൾ അവിടെ പോയി അവരോട് ഇങ്ങനെ ചോദിക്കും, കോണ്ടാക്ട് ഇങ്ങനെ കൊടുത്ത് വർക്ക് തരുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഫസ്റ്റൊക്കെ എനിക്ക് വർക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ അവർ വർക്ക് തരും, പക്ഷെ നമുക്ക് അവർ എടുക്കുന്ന പേയ്മെന്റിന്റെ പകുതിയെ നമുക്ക് തന്നിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്നു വർക്കുകൾ കുറെ. അവരെ കീഴിൽ നമ്മൾ ചെയ്തു. പിന്നീട് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പൊ ഞാൻ എന്നിട്ട് ഇൻസ്റ്റഗ്രാമൊക്കെ അന്ന് പ്രോപ്പറായി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ നല്ല കുറവായിരുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ ഒരു നല്ലൊരു ഫോണൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സിസ്റ്റേഴ്സിന്റെ ഫോണിലൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പേജ്. ഇഷൽ മെഹന്തി എന്നാണ് എൻ്റെ പേജിന്റെ പേര്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 10 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ട്. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 പിള്ളേരാണ്. ഞങ്ങൾ 5 മക്കളിൽ 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. ഞാൻ ഏറ്റവും താഴെയുള്ള മോളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ആവുമ്പോൾ തന്നെ നമ്മളെ പാരന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ആവണം, എന്നാലേ നമുക്ക് ഈ ഫീൽഡിൽ എത്തിപ്പെടാൻ നല്ലപോലെ പറ്റുള്ളൂ. എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ട് ആയിരുന്നു. ഫാമിലി ഈ ഫീൽഡിലോട്ട് വരാൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉപ്പാടെ ഫാമിലി കുറച്ചൊരു പഠനത്തോടൊക്കെ ഒരു എന്ന് വെച്ചാൽ പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് വിടണം എന്നുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അത് നമ്മളെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മുന്നത്തെ ആൾക്കാർ പ്രശ്നമില്ല. അപ്പോൾ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പ് ആഗ്രഹിക്കുന്നവരാ, എവിടെയെങ്കിലും എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാ. അപ്പൊ എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ പഠിച്ചിരുന്നു അത്യാവശ്യം, ഒന്നല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഏതിലേക്കും പോകണം, ഒന്നല്ലെങ്കിൽ ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എനിക്കൊരു വേറൊരു ഇതുണ്ടായിരുന്നു. എൻ്റെ അഫെയർ ഒരു പ്രശ്നമായിരുന്നു വീട്ടിൽ. അപ്പോൾ ഒരു 10th എത്തിയപ്പോൾ ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിൽ. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് പഠിക്കുന്നത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ട് മാറി. അവിടെ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ പഠിപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തു അവർ. എന്നുവെച്ചാൽ വീട്ടുകാരല്ല, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവര് പറഞ്ഞ പിന്നെ നമ്മുടെ ഫാമിലി കേൾക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവര് തീരുമാനിക്കുന്നത് എന്തോ അതായിരുന്നു എൻ്റെ ഉപ്പ
ചെയ്തിരുന്നത്. എൻ്റെ ഉപ്പ പറഞ്ഞ ഉപ്പാടെ അനിയൻ അവരെ ആൾക്കാർ, അതുപോലെ ഉമ്മാടെ ആൾക്കാർ, അവരൊക്കെ പറയുന്നതാണ് ആദ്യം എൻ്റെ ഉപ്പ കേൾക്കുള്ളൂ. അല്ല അപ്പോൾ നമ്മൾ പെൺകുട്ടികളാണ് വേഗം, അപ്പൊ അവര് പഠിപ്പ് ചെയ്ത് അവർക്ക് കല്യാണം ഒന്നും ശരിയായില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം ഉപ്പാടെ ഒരു ഇതിലുണ്ടായിരുന്നു. ഉപ്പാക്ക് പ്രായമാവും ചെയ്യാണ്. അപ്പോൾ നമ്മൾ പെൺകുട്ടികളാവുമ്പോൾ അധികം നിർത്താൻ പാടില്ല, വേഗം കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഇത്താത്താരൊക്കെ കല്യാണം +1 ടൈമിലൊക്കെ ആകുമ്പോൾ തന്നെ നിക്കാഹ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലെ അവര് പഠിപ്പ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും പഠിപ്പിക്കാന്ന് പറഞ്ഞവരടക്കം പഠിപ്പിക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അത് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, പെട്ടെന്നൊന്നും കല്യാണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറുപ്പം മുതലേ നമ്മളെ കാണുമ്പോൾ പ്രൊപ്പോസൽസ് വരിക, ഒരു 8-ല് 9-ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രൊപ്പോസൽസ് വരുമ്പോൾ നമുക്കൊരു പേടിയായിരുന്നു, നമ്മളിപ്പോ തന്നെ കെട്ടിച്ചു കൊടുക്കുവോ, നമുക്കൊരു എന്താ പറയാ, ഒരു മനസ്സിനൊരു എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ നമ്മളെ ചില റിലേറ്റീവ്സ് അവരെ മക്കളെ പഠിക്കുന്ന, ഇപ്പൊ എന്റെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പെൺകുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവര് നമ്മളെ കാണും, പക്ഷെ അവരെ മക്കളെ അതുപോലെ ചെയ്യില്ല. ഞങ്ങളോട് മാത്രമാണ് അങ്ങനെ പെരുമാറുന്നുള്ളൂ എല്ലാവരും. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു എനിക്ക്. ഇപ്പത്തെ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനോട് എതിർത്ത് നിൽക്കുന്നവരാ, മുന്നത്തെ പോലെയല്ല, മുന്നത്തെ കാലഘട്ടേ അല്ല. കാലം മാറും തോറും ഓരോ മാറ്റങ്ങൾ വരുമല്ലോ. എന്നുവെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരോട് എതിർത്ത് തുടങ്ങിയപ്പോൾ ഞാൻ തൻ്റെടിയായി മാറി. അത് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ പ്രശ്നങ്ങളിലും ഉള്ളതാണ്, എല്ലാ വീട്ടിലും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ എന്ത് ഇഷ്യൂ വന്നാലും നമ്മളെ ആഗ്രഹങ്ങളുണ്ട് നമ്മളെ മനസ്സിൽ, അതൊരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. നമ്മൾ എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യണം. ഞാൻ +2 കഴിഞ്ഞ് പിന്നെ അങ്ങനെ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ 1 ഇയർ എനിക്ക് എൻ്റെ ഉപ്പാക്ക് വയ്യാണ്ടായിട്ട് ഉപ്പാനെ നോക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ ആ എന്തോ കാരണം ആ വർഷം പോയോണ്ട് എനിക്ക് ഒരു ഇത് തോന്നുന്നില്ല, ഒരു വിഷമം തോന്നില്ല. ഉപ്പാക്ക് വയ്യാണ്ട് നോക്കേണ്ട വന്ന സാഹചര്യമായിരുന്നു, ഒരാൾ വേണമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഒരു 10 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഉപ്പ മരിക്കും ചെയ്തു. അപ്പോൾ എനിക്കിപ്പോ ആ ഒരു വർഷം എന്ന് പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നില്ല. ഉപ്പാനെ നോക്കാൻ പറ്റിയല്ലോ എന്നുള്ള, അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഞാൻ ഒരു ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഹന്തി ആണെങ്കിൽ തന്നെ നമ്മളൊരു ചെറിയ സ്ഥലത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഫേമസ് ആയ ഒരു കുഗ്രാമം പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ പൈസ കൊടുത്തിട്ട് അങ്ങനെ മെഹന്തി ചെയ്യുന്ന ആരുമില്ല. മുസ്ലിംസ് ഏരിയയാണ് കൂടുതൽ. അപ്പോൾ പൈസ കൊടുത്തിട്ട് ഇടുക എന്നൊക്കെ പറയുന്നെങ്കിൽ മുന്നേ ഭയങ്കര ഇതായിരുന്നു, വീട്ടിലുള്ള ആരെങ്കിലും മെഹന്തി ഇട്ട് കൊടുക്കുക. അപ്പൊ ആദ്യമൊന്നും വർക്കുകളൊന്നും അങ്ങനെ വന്നിരുന്നില്ല. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇവന്റുകാരായിട്ട് ഞാൻ ഇങ്ങനെ കൊളാബ് അങ്ങനെ ചോദിക്കൽ തുടങ്ങിയപ്പോൾ അവരിതുപോലെ വർക്ക് ചെയ്ത് തരലോ തുടങ്ങി. അപ്പോൾ അങ്ങനെ വർക്ക് അവരെ കൂടെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയത് അങ്ങനെയാണ്, അവർ വർക്ക് തന്നതിന് ശേഷമാണ്. പിന്നെ ഞാൻ അങ്ങനെ ഫാഷൻ ഡിസൈൻ എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം കെടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കണം, അതിൻ്റെ ഒരു ഇതിലെത്തി. അപ്പൊ കയ്യിലാണെങ്കിൽ നമുക്ക് അത്രയും പൈസ ഒന്നും എടുക്കാനില്ല. വീട്ടിലാണെങ്കിലും ഉപ്പില്ല, പിന്നെ ബ്രദറാണുള്ളത്, ബ്രദർക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല. അപ്പോൾ എങ്ങനെ പൈസ സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലിരിക്കുമ്പോൾ ഞാൻ അറിയുന്നവരോടൊക്കെ ചോദിച്ചു. എന്നുവെച്ചാൽ നമ്മളെ ഫാമിലീസിനോടൊന്നും ചോദിക്കാൻ പറ്റില്ല, അവരൊക്കെ എതിർത്ത കാര്യമാണ്. ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ് എന്നെ അവിടെ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, 2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടിയില്ല. അത് ഭയങ്കര വിഷമം തോന്നി. എന്ന് വെച്ചാൽ ഞാൻ കടം വീട്ടാം, എന്നെ കൊണ്ട് പറ്റുന്നുള്ളൊരു ഇതൊരു ഉണ്ട്, നമുക്ക് ഒരു ഉറപ്പുണ്ട്. പക്ഷെ ആരും അങ്ങനെ തന്നില്ല. അന്ന് സ്റ്റുഡൻസ് ലോൺ എടുത്ത് നമുക്ക് പഠിക്കാം എന്നുള്ളൊരിതൊന്നും നമുക്ക് അന്ന് അറിയത്തില്ല. അന്ന് നമുക്കിങ്ങനെ ചെയ്ത് പഠിക്കാലോ എന്നുള്ളതൊന്നും ആരും പറഞ്ഞു തന്നൂല്ല. പിന്നെ അങ്ങനെ ആ ഒരു സാഹചര്യം എനിക്ക് വല്ലാണ്ട് ഒരു ഇത് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ 2 വർഷത്തെ ഗവൺമെന്റ് കോഴ്സ് ഉണ്ട്, ഗവൺമെന്റ് പോളിടെക്നിക്കൽ ഒരു കോഴ്സ് ഉണ്ട്, അത് നല്ല കോഴ്സാണ്, അതിലൊന്ന് പോയി അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പോയി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടി, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടി. 30 സീറ്റുള്ളൂ, പക്ഷെ അതിൽ എങ്ങനെയൊക്കെ കിട്ടി. അത് ഞാൻ കവർ ചെയ്തു. ആ 2ാമത്തെ വർഷം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ദുബായിലോട്ടൊരു വർക്കിന്, ഇപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടൊരു ജോബ് ശരിയായി. അതൊരു മലയാളീസിന്റെ സെലൂണിലായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക. അന്നൊക്കെ പറഞ്ഞ അന്ന് എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുന്നേ. അപ്പോൾ കല്യാണത്തിനോട്ടുള്ള ഒരു ഉപ്പല്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻകം ഉണ്ടാക്കി വീട്ടിലുള്ളവരെ സഹായിക്കണം എന്ന്
ഉള്ള ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. അപ്പൊ ഞാൻ അങ്ങനെ 2 വർഷം ഫാഷൻ ഡിസൈൻ കവർ ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് അങ്ങോട്ട് പോയി. അത് കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ കൊറോണ ടൈം ആയതുകൊണ്ട് എന്നോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊറോണ ഒന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ അവിടെ പോയി ഞാന് ആദ്യം ഈ സലൂണിൽ ഒരു 15 ദിവസം ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ കുറച്ചൊരു മനസ്സിലൊരു കട്ടി തന്നെ വേണം അവിടെ പോയി നമ്മളൊന്ന് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ. എനിക്ക് അന്ന് വെറും 19 വയസ്സാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റിയില്ല, അവരെ മുന്നിൽ നിൽക്കാൻ പറ്റിയില്ല. അത് കുറച്ച് കൂടുള്ളവരൊരു പ്രശ്നങ്ങളായതുകൊണ്ട് നമുക്ക് അവരെ ഒരു ഇതിൽ നമുക്ക് പറ്റില്ല ഒരിക്കലും. അങ്ങനെ ഞാൻ അവിടുന്ന് പോവാണ്, അവരോട് ഞാൻ പറഞ്ഞു പോന്നു. പിന്നെ വേറൊരു സലൂണിൽ കയറി. അവിടെ ചെന്ന് ഫിലിപ്പീനികളായിരുന്നു കൂടുതൽ. അപ്പോൾ അതൊരു ദിവസമേ ഞാൻ നിന്നുള്ളൂ. അവിടെ അവരെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് പേടിയാവും അവരെ കൂടെ നിൽക്കുമ്പോൾ തന്നെ. അവര് ഭയങ്കര മോശമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നതൊക്കെ. അങ്ങനെ അവിടുന്ന് ഒരു ദിവസം നിന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. അത് ഞാൻ പോയത് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആളെ കൂടെ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പൊ ഞാൻ സിസ്റ്ററോട് പോയി പറഞ്ഞു അവിടെ സേഫ് അല്ല എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ പോണ്ട, മോള് വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ വരുന്നതിന്റെ 3 മാസം വിസിറ്റിംഗ് എടുത്തിട്ടാണ് പോയത്. ആ ടൈമിൽ ഞാൻ 3ാമത്തെ സലൂണിൽ പോയി. ഞാൻ അവിടെ നിന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്നു. 3ാമത്തെ ദിവസം എനിക്ക് വേറൊരു സംഭവം വന്നു. ചിക്കൻ ബോക്സ് വന്നു. ആ ചിക്കൻ ബോക്സ് വന്നതിൽ ഞാൻ ആകെ മനസ്സുകൊണ്ട് ആകെ ഞാൻ ഡെസ്പായി പോയി. എനിക്കത് കൂടുതൽ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ അസുഖം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് പോലും മൊറോക്കൻസ് ആയിരുന്നു ഈ ഇതൊക്കെ മാനേജറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്കൊന്നും ഇത് കാണിച്ചു കൊടുത്ത് മനസ്സിലാവുന്ന പോലും ഇല്ല. പക്ഷെ ഞാൻ അവിടെ നിന്നാൽ അത് പ്രശ്നമാവും, അത് എനിക്ക് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ട് എന്താ റമദാനാണ് വരാൻ പോകുന്നത്. ഈദാവുമ്പോൾ കുറെ ക്ലയൻസ് വരുന്നതാണ് അവിടെ. അപ്പൊ നമ്മൾ കാരണം അവിടെ ഒരു ഇഷ്യൂ വരരുത് എന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ട, ഞാൻ ഈ ജോലി വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ 3 മാസം ഞാൻ അവിടെ നിന്നു. പിന്നെ എനിക്ക് തോന്നി എനിക്കിത് ശരിയാവില്ല. എനിക്ക് കഴിവുണ്ട്, ഞാൻ എന്തിനാ അവരെ കൂടെ നിന്ന് അവരെ പറയുന്ന ആ ശമ്പളം വാങ്ങിച്ച് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കഴിവുണ്ടല്ലോ, അള്ളാഹ് എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. അത് കൂടുതൽ എന്തുകൊണ്ടാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്കൊരു നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഈ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് ഒപ്പിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ 3 മാസം അവിടെ നിന്നു നാട്ടിലോട്ട് പോന്നു. എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ കസിന് നോക്കണം വിചാരിച്ചു ജോലി. അവർക്ക് വിഷമമുണ്ട്, അവർ കൊണ്ടുപോയി അവിടെ നിർത്തി അവർക്ക് ഒരു ജോലി നല്ലതാക്കി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള അവർക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഞാൻ നാട്ടിലോട്ട് വന്ന് ഇത്രയും പൈസ ഒക്കെ എനിക്ക് അവിടെ ചെലവായി പോയിട്ടും ഒരു പൈസ പോലും എനിക്ക് ആ സലൂണിന് പോലും എനിക്ക് കിട്ടിയില്ല തിരിച്ചു വരുമ്പോൾ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഇതിന്റെ പേജ് തന്നെ ഞാനൊരു ഫോൺ എടുത്തു, ഐഫോൺ എടുത്തതിന് ശേഷം നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യൽ തുടങ്ങി. അതിന് ശേഷം തന്നെ എൻ്റെ ഫോളോവേഴ്സ് ഒക്കെ കൂടി തുടങ്ങി. 40 എബോവ് ആയി. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്കും ആയിക്കൂടാ കഴിയില്ല, എല്ലാവർക്കും പറ്റുന്നതാണിത്. അപ്പൊ ഞാൻ എന്നിട്ട് ഇതുപോലെ വർക്കുകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യൽ തുടങ്ങി. ഫോൺ മാറ്റിയതിന് ശേഷം തന്നെ എനിക്ക് വർക്ക് അത്യാവശ്യം വന്നുകൊണ്ട് ഇരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ കാണാൻ അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ നമ്മളെ ക്ലയൻസിന്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല പേജ് ആണെന്നുള്ളത് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ് ഇടണം. അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല ക്ലയൻസിനെ കിട്ടി. നല്ലൊരു രീതിക്കാണ് പോയിരുന്നത്. പിന്നെ അങ്ങനെ മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് വന്നത്. കൊച്ചിയിൽ ഇപ്പോൾ 3 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഈ ജേർണിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ കൂടുതൽ സ്ട്രഗിൾ എനിക്ക് അവിടെ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ പഠിപ്പ് നിർത്തി ഓരോ ഘട്ടം കാര്യങ്ങൾ നമ്മൾ ബാക്കിലോട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും എത്തിയല്ലോ, എനിക്ക് ഇതൊക്കെ കടന്ന് ഞാൻ ഇവിടെ എത്തിയല്ലോ എന്ന് എനിക്ക് ഒരു അഭിമാനമാണ് വരുന്നത്. എത്ര ആയാലും ഇപ്പോൾ മുന്നേ എൻ്റെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും വേറെ റിലേറ്റീവ്സ് ആണെങ്കിലും ചില ആൾക്കാർ നമ്മൾ കുത്തി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ മരിക്കാൻ കാരണം ഞാനാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ എന്ത് പറഞ്ഞിട്ടും നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഉപ്പ മരിക്കാൻ ഞാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്ന കാര്യമില്ല. അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ എപ്പോഴും കെടുക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളെ തളർത്തിയ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ട്, അവരെ മുന്നിൽ ഞാനിപ്പോൾ ജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അന്ന് ഞാൻ ഒരു അഫെയറിന്റെ പേരിൽ ഞാൻ വേറെ എന്തോ അത്രയും കുറ്റം ചെയ്ത പോലെയായിരുന്നു എന്നോട് അന്ന് പെരുമാറിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ എത്തിപ്പെടാൻ കാരണം തന്നെ എൻ്റെ പാർട്ട്ണറാണ്. അത്രയും എന്നെ
അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. പിന്നെ എൻ്റെ പാരൻസും എൻ്റെ ഉമ്മയാണെങ്കിലും തന്നെ നല്ല സപ്പോർട്ടാണ്. എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും തന്നെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മളെ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ട് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദർ ആണെങ്കിലും എല്ലാവരും. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ ഫീൽഡിൽ ഓരോ ആൾക്കാരും ഇപ്പൊ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയാണെങ്കിലും അവരെ പിന്നിൽ ഓരോ സ്റ്റോറികൾ ഉണ്ടാവും. ഈ ഫീൽഡിലൊക്കെ എത്തിപ്പെടാൻ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ കടമ്പകൾ കടന്നിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏതൊരു പ്രൊഫഷണൽ ആണെങ്കിലും നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണം. നമ്മളിപ്പോ വർക്ക് എടുക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഇതിലുണ്ടാവും, ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോ വർക്കിന് പോകുമ്പോൾ തന്നെ നമുക്ക് പലതരം ക്ലയൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ പലതരം സ്വഭാവമുള്ള ആയിരിക്കുമല്ലോ. അപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പെരുമാറുന്ന രീതി പലതരാണ്. അപ്പൊ ചില സമയത്ത് നല്ല ക്ലയൻസുകൾ ഉണ്ടായിരിക്കാം, നമ്മളോട് നല്ലപോലെ പെരുമാറുന്നവരുണ്ടായിരിക്കും. ചില സമയത്ത് ഒരു വെള്ളം പോലും തരാത്ത ക്ലയൻസ് ഉണ്ടാവാം. അപ്പോൾ അവരെ മനസ്സിൽ നമ്മൾ വെറും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു തരി ഇത് പോലും നമുക്ക് തരില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ഫീൽഡ് നമ്മൾ എത്തിപ്പെടുമ്പോൾ അതിൽ വിജയിക്കുമ്പോൾ ആ ആൾ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും നമ്മൾ അത് ഒന്ന് കാണണം. ഏത് ആൾക്കാരാണ്, ഏത് ഫീൽഡാണെങ്കിലും അത് നമ്മളൊന്നും കുറച്ച് കാണരുത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിൽ എത്തിപ്പെടുന്നത്. അപ്പൊ അതിനൊരു വാല്യൂ എന്തായാലും എല്ലാവരും കൊടുക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളെ ഉള്ളിൽ ഒരു കഴിവെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു ചെറിയ കഴിവെങ്കിലും ഉണ്ടാവും. അത് നമ്മള് പുറത്തേക്ക് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യാൻ. എനിക്ക് പറ്റില്ല, ഒരു കാര്യം എനിക്ക് പറ്റില്ല, എല്ലാതും എന്താ പറയാ, നമ്മള് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു ഇതല്ല. എല്ലാവരും പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കഴിവ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അതാരും ചെയ്യില്ല. ഇപ്പൊ എന്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും തന്നെ അവർക്ക് എല്ലാ സിസ്റ്റേഴ്സിനും ഒരുപോലെ ആവില്ല. അവരെ പാരന്റ്സ്, അവരെ വീട്ടിലെ പാരന്റ്സ്, അതുപോലെ അവരുടെ സാഹചര്യം, അതൊക്കെ എല്ലാവരും നോക്കണം. അതും ഞാൻ പറയുന്നുണ്ട്, ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ പലർക്കും പലതാണ്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം, എന്നിട്ടേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് ഇപ്പോ എന്റെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുക, ചില പാരന്റ്സ് തീരെ സപ്പോർട്ട് ഇല്ലാത്തതുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് അവര്. ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അവര് കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ അവര് ഈ ഫീൽഡിലാണെന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നതും എല്ലാ കാര്യങ്ങളും. ഓരോ ഇത് ഉണ്ടെങ്കിൽ, അവർ വർക്ക് ഉണ്ടെങ്കിൽ ഓരോരുത്തരോട് ഇങ്ങനെ പറയും, മെഹന്തി ആർട്ടിസ്റ്റ് ആണ് എൻ്റെ മരുമോള്. അങ്ങനെ അവര് അഭിമാനിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെ എനിക്ക് കൂടെ ചുറ്റുപാടുള്ള എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും തന്നെ ആള് എന്താ ചെയ്തില്ല എന്നേ ചോദിക്കുള്ളൂ. എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്തില്ല, അല്ലാണ്ട് എന്തിനാ ചെയ്തെന്ന് ചോദിക്കില്ല. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ആളാണ് എന്നെ വഴക്ക് പറയാ. അപ്പൊ അത്രയും സപ്പോർട്ടുള്ള ഒരു ഹസ്ബൻഡിനെ അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടി. ഞാൻ അന്ന് ആ തീരുമാനം എന്റെ മാറ്റി വെക്കായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരാളെ കിട്ടില്ലായിരുന്നു. അവരെ വാക്ക് കേട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ സ്ഥലത്ത് ഞാനിപ്പോ ഇന്ന് ഇരിക്കണമെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് കാരണമാണ്, അല്ലാണ്ട് എനിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പൊ അവരെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം. അത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ എന്നോട് കുറെ ആർട്ടിസ്റ്റുകൾ, സ്റ്റാർട്ട് ചെയ്ത ബിഗിനേഴ്സ് കുറെ പേര് ചോദിക്കാറുണ്ട്, എങ്ങനെ എത്തായി വർക്ക്സുകൾ വരുന്നത്, എങ്ങനെയൊന്ന് പറഞ്ഞു തരുമോ. കുറെ മെസ്സേജസ് നമുക്ക് വരാറുണ്ട്, പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഒരു ക്ലാസ് എത്ര ആയാലും നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പ് വെച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല. അതിന് എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ആണ്. നമ്മളെ കൈയുടെ വഴക്കം കിട്ടിയാലേ നമുക്ക് എത്ര ആയാലും നമുക്ക് ആ ഒരു ഫിനിഷിങ് ആയാലും നമുക്ക് കിട്ടുള്ളൂ, നീറ്റ്നെസ് കിട്ടുള്ളൂ. മെയിൻ നമ്മളൊരു വർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചില ക്ലയൻസ് നമ്മളോട് പറയാറുണ്ട്, നിങ്ങളെ വർക്ക് നന്നായിട്ട് ഞങ്ങൾ നോക്കാറുണ്ട് എല്ലാ വർക്ക്സും. അപ്പോൾ എൻ്റെ മാരേജിന് ഞാൻ എന്തായാലും ഏൽപ്പിക്കും. അപ്പൊ അത് അവർ പറയുന്ന അവരൊരു ഇതുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട എന്താവും നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് വർക്ക് അവർ തരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നീറ്റ്നെസ് ആണ് മെയിൻ. നമ്മൾ എടുക്കുന്ന ഓരോ ഡിസൈൻ ആണെങ്കിലും നീറ്റ്നെസ് മെയിൻ ആണ്. നമ്മൾ ആ ഒരു പ്രൊഫഷണൽ, നമ്മളൊരു പാഷൻ ആക്കിയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും നമുക്ക് ഇത് ഒരു നീറ്റ്നെസ് ആയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളൊരു ജസ്റ്റ് ഒരു ഇത് ചെയ്യുന്ന പോലെ, മെഹന്തി ചെയ്യുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നല്ലപോലെ നീറ്റ്നെസ്സിൽ ചെയ്യുമ്പോഴേ നമുക്ക് അതിനായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആവാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആവുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കൂടുതൽ നമ്മളെ പേജിലാണെങ്കിൽ തന്നെ നമ്മൾ ഈ ട്യൂട്ടോറിയൽ കൂടുതൽ ആദ്യം ഇടരുത്. നമ്മളെ പേജ് ഒരാൾ നമ്മളെ എടുക്കുമ്പോൾ, വർക്ക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ക്ലയന്റ് വരുമ്പോൾ നമ്മളെ പേജിൽ അത്യാവശ്യം നല്ല ചെയ്ത ഫോട്ടോസ് പിൻ ചെയ്ത് വെക്കണം ആദ്യം തന്നെ. അല്ലാതെ നമ്മൾ ഈ ചെയ്ത വീഡിയോസ്
ഇട്ടിട്ടുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് അധികം വർക്ക്സ് ഇല്ല. അപ്പോൾ അവർ ബാക്ക് അടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മളെ പേജ് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക്സ് അത് പിൻ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വർക്ക്സ് കിട്ടും. അതുപോലെ ചില ആൾക്കാർ കുറേ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് വർക്ക്സ് ഉണ്ടാവില്ല. അത് ഇല്ലാത്ത കാരണം ഇതാണ്, അവർ ഫ്രണ്ടിൽ ഫുള്ള് ഈ പേജിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റിൽ ഫുള്ള് കൊടുത്തിട്ടുള്ള ഈ ട്യൂട്ടോറിയൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളെ ബ്രൈഡൽ വർക്ക്സുകൾ ഫസ്റ്റ് വെക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ക്ലയൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും വർക്ക്സ് വരും. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് തന്നെ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻകം ആയിരിക്കും നമുക്ക് മാസം കിട്ടുക. അപ്പോൾ ഒരിക്കലും ഡെസ്പ് ആവരുത്. നമുക്ക് വർക്ക്സുകൾ വന്നാലേ നമുക്ക് അവിടെ ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ ഒരു മാസം നമുക്ക് ഒരു 10 വർക്കെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു അത്യാവശ്യം നല്ല പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ ആ ഒരു മന്തിൽ കിട്ടുന്ന ഒരു ഇൻകം നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഡെസ്പ് ആവരുത് ആരും ഫസ്റ്റ് തന്നെ. നമ്മൾ മെയിൻ ഹാർഡ് വർക്കാണ് കൂടുതൽ നമ്മൾ എവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഇവൻറ്റ്സ് ആണെങ്കിൽ ഇവൻറ്റ്സിനോട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം നമ്മളെ പേജ് ആയാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വർക്ക്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ വർക്ക്സ് ഇഷ്ടപ്പെട്ട എന്തായാലും എവിടെ നിന്നാലും ആരും വിളിക്കും, നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ തന്നെ സൗത്ത് ഇന്ത്യ അത്യാവശ്യം സ്ഥലങ്ങൾ കവർ ചെയ്തു, ബാംഗ്ലൂർ അടുത്ത്, അതുപോലെ തേനി, അങ്ങനെയുള്ള ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഇത്രയും വർഷത്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു ഇതുപോലെ നമ്മളെ പാരൻസ് ഒക്കെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ പഠിപ്പിന് അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ പേരൻസ് ടീച്ചേഴ്സ് തന്നെ നമ്മളങ്ങനെ കുത്തി പറയോ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട്, നിങ്ങളൊക്കെ കെട്ടിച്ചു വിടില്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ടീച്ചേഴ്സ് തന്നെ നമ്മളെ തളർത്തുന്നവരുണ്ട്. പക്ഷെ ആ ടീച്ചറിനെ ഇപ്പോൾ ഇന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ആളെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയി കണ്ടിരുന്നു. എന്നുവെച്ചാൽ അവിടെ അത്യാവശ്യം നല്ല പഠിച്ച പിള്ളേർ ഇപ്പോൾ മേടിക്കുന്നേക്കാളും ഞാൻ മാസം അത്യാവശ്യം ഇൻകം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അതിന് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ നന്നായി നമുക്ക് ശ്രമിക്കാൻ പറ്റുമ്പോൾ, എന്തിന് നമ്മളൊരു ആനിവേഴ്സറി വന്നാലേ ബർത്ത്ഡേ വന്നാൽ പോലും നമുക്ക് ഒരാൾക്ക് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലത്തെ പൈസ എടുത്ത് കൊടുക്കുമ്പോഴല്ലേ അതിനായിട്ടുള്ള ഒരു ഹാപ്പി നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ കയ്യിൽ ഇൻകം തന്നെ വേണം. അപ്പോൾ ഈ വീട്ടമ്മമാർ പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ്. അവരെ കയ്യിലൊരു ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴാണ് പഠിക്കാനൊക്കെ തുടങ്ങിയത്. എന്നുവെച്ചാൽ മുന്നേ അവരെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവർക്കൊരു ഇതുണ്ടായി, എന്നെ പോലെ അവർക്കൊരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരും എത്തിയിരുന്നു. ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ അവരും ചെയ്യായിരുന്നെങ്കിൽ ചെയ്തിരുന്നു അവർ. പക്ഷെ അവർക്ക് വേറെ സാഹചര്യങ്ങളായതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരിപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒതുങ്ങി, പിള്ളേരൊക്കെ വലുതായപ്പോൾ അവർ പഠിക്കൽ തുടങ്ങി. അപ്പോൾ അവർക്കും ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഏൺ ചെയ്യുമ്പോൾ അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവരും പഠിച്ച് ഈ ഓരോ പാഷനായിട്ട് ഓരോ ഇതിലായിട്ടും പോയിരുന്നു. അപ്പൊ ഞാനാണെങ്കിലും മെഹന്തി ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറയും, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി അതിലുള്ള ഒരു ഇൻകം എൻ്റെ സിസ്റ്റേഴ്സിനും കൂടി. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആളാണ്. അവരെന്നെ എത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ചെറുപ്പം മുതലേ 2 വയസ്സിൽ എൻ്റെ അളിയന്മാർ കാണൽ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അവർ എൻ്റെ വാപ്പാടെ സ്ഥാനത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാങ്ങളുള്ളെങ്കിൽ പക്ഷെ അവരും എൻ്റെ ആങ്ങളന്മാരെ പോലെയാണ് എനിക്ക്. അപ്പൊ അവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന രീതി, അവർക്കൊരു താങ്ങായിട്ട് നിൽക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് കുറെ കാര്യങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയും അതെ, അവർക്കാണെങ്കിലും എൻ്റെ ഉമ്മാക്കാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തി ആണെങ്കിലും നമ്മളെ പാരൻസിനെ തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എനിക്ക്. പക്ഷെ എൻ്റെ ഉപ്പാക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ചെറുപ്പമായിരുന്നു, എനിക്കൊന്നും നേടാൻ പറ്റിയില്ല ആ സമയത്ത്. പക്ഷെ എൻ്റെ ഉപ്പ എപ്പോഴും പറയും, ഉമ്മാനെ നോക്കണം കേട്ടാ, ഉമ്മാനെ വിഷമിപ്പിക്കരുത് കേട്ടാന്ന് എപ്പോഴും പറയുന്ന കാര്യം. അതൊരിക്കലും മറക്കില്ല. ഉമ്മാനെ എപ്പോഴും നോക്കണം, അൽഹംദുലില്ലാ നോക്കണം എന്നുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരാണ് നമ്മളെല്ലാം. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു എമൗണ്ട്, എത്രയും കുറച്ചാണെങ്കിലും നമുക്ക് എമൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പൈസ എന്ന് പറയുന്ന ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് ഞാൻ ഉള്ളത് പറയാം, വെറുതെ ആണ്. സ്നേഹമൊക്കെ അവിടെ ഇരിക്കുള്ളൂ. നമുക്ക് പൈസ തന്നെ വേണം, എന്നാലേ സ്നേഹം ഉണ്ടാവുള്ളൂ. എന്തൊരു പ്രശ്നത്തിലാണെങ്കിലും പൈസ നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും കുറച്ച് എമൗണ്ട്, നമ്മൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും കുറച്ചൊരു എമൗണ്ട് നമുക്ക് സമ്പാദിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവരും
എന്തെങ്കിലും ഒരു ഇൻകം നേടാൻ ശ്രമിക്കുക. വീട്ടിൽ ഇപ്പൊ ആരും ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും തന്നെ സമ്മതിക്കാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഒരു കൈത്തൊഴിലാണെങ്കിലും, ഇപ്പൊ ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ച ആളാണ്, എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിലോട്ട് വന്ന് എനിക്ക് കുറച്ചും കൂടി വലിയൊരു ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്താൽ പോരാ, എനിക്ക് പുറത്തിറങ്ങി എൻ്റെ ആഗ്രഹങ്ങൾ, ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഈ ഫീൽഡിൽ വന്ന ശേഷം നമുക്ക് ടെൻഷൻ ഇല്ല. നമ്മളൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻസ് ഇല്ല. നമ്മൾ ഇതിൽ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്ന കാരണം നമുക്ക് അതിൽ ആലോചിക്കാനൊന്നും ടൈം കിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞിട്ട് 2 വർഷം ഫാഷൻ ഡിസൈൻ പഠിച്ച ആളാണ്. പക്ഷെ എനിക്ക് വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കഴിവുണ്ടോ, നമുക്ക് എവിടെയാണെങ്കിൽ എത്തിപ്പെടാം. നമുക്ക് വാശി ആയാലും എന്തായാലും നമുക്ക് വേണം, നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ളത് വാശി എന്തായാലും മനസ്സിൽ വേണം. അപ്പോൾ ഏതൊരു വ്യക്തി ആയാലും വീട്ടിൽ ഒതുങ്ങി കൂടരുത്, മുന്നോട്ട് വരിക. എന്ത് കഴിയും. അപ്പൊ ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ കേക്ക് മേക്കർ ആയിരുന്നു, ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തിരുന്ന ആളായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇൻകം കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ മെഹന്തിയിലോട്ട് വന്നതിന്റെ ശേഷമാണ് നമുക്ക് കൂടുതൽ ഇൻകം കിട്ടൽ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ വന്നിട്ടാണ് ഈ പ്രൊഫഷണൽ ആയി മാറുന്നത്. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അതിനനുസരിച്ച് ഓരോ കഴിവുകളായിട്ട് മുന്നോട്ട് വരിക. ആരും ഒതുങ്ങിക്കൂടാൻ പാടില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.